യേശു ജനങ്ങളുടെ പ്രതീക്ഷ. യേശു പാപികളുടെയും ദുഃഖിതരുടെയും രോഗികളുടെയും പ്രതീക്ഷയാണ്. യേശു ഗ്രാമങ്ങളിൽ സഞ്ചരിച്ചു, എല്ലാവരെയും സുഖപ്പെടുത്തി. കുഷ്ഠരോഗിയെ ശുദ്ധീകരിച്ച യേശു ദുഃഖിതർക്കും നീതി ആഗ്രഹിക്കുന്നവർക്കും ആശ്വാസം. ഇന്നത്തെ ലോകം ആശ്വാസവും പ്രതീക്ഷയും ഇല്ലാതെ ചിരിക്കുന്നു. പക്ഷേ ഇന്നും പ്രതീക്ഷയുണ്ട് യേശുവിൽ. അവൻ ദുഃഖിതർക്കായും തളർന്നവർക്കായും വന്നവനാണല്ലോ. യേശുവിൻ്റെ സുവിശേഷ യാത്ര. അവൻ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും സഞ്ചരിച്ചു, സുവിശേഷം പ്രസംഗിച്ചു, എല്ലാ പ്രകാര രോഗങ്ങളും സുഖപ്പെടുത്തി. യേശു പ്രവർത്തിച്ചു, കാണിച്ചു, തൊട്ടു. അവൻ കണക്കുകൂട്ടാതെ സ്നേഹിച്ചു, ആരെയും അവൻ ഉപേക്ഷിച്ചില്ല. കുഷ്ഠരോഗിയോട് യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്. കുഷ്ഠരോഗി വന്നു, കർത്താവേ, നീ ഇച്ഛിച്ചാൽ എന്നെ ശുദ്ധിയാക്കാം. യേശു കൈവച്ചു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധനാവുക. അവൻ ഉടനെ ശുദ്ധനായി. യേശുവിന് മനസ്സുണ്ട് നമ്മളെ നോക്കാൻ, ഭാരമെടുത്ത് സുഖപ്പെടുത്താൻ. അവൻ ഇന്നും ആ മനോഭാവം വയ്ക്കുന്നു. ദുഃഖിതർക്കും നീതിക്കായി കരയുന്നവർക്കും ആശ്വാസം. ദുഃഖിതർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിക്കപ്പെടും. നീതിക്ക് വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി ഉണ്ടാകും. യേശു മനസ്സിൻ്റെ ആഴം കാണുന്നു. ഭൗതികമല്ലാതെ ഉള്ള ആത്മാവിൻ്റെ വേദനയ്ക്കും അവൻ മറുപടി നൽകുന്നു. യേശു ഇന്നും പ്രതീക്ഷയാണ്. നിന്റെ ഭാരം അവനോട് പറയൂ, നിന്റെ രോഗം, നിന്റെ ഹൃദയവേദന, നിന്റെ കുഴപ്പം. യേശുവിന് അതിൽ താല്പര്യമുണ്ട്. അവൻ ഇന്നും ഉത്തരം പറയുന്നു, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധനാവുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.